ഹായ് ഓൾ. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിൽ പ്രധാനമായിട്ട് വരുന്നൊരു ഭാഗമാണ് ലാക്ടേഷൻ. എന്താണ് ലാക്ടേഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ്. ആ ടേമിൽ ലാക്ടേഷൻ എന്ന് പറയുന്ന ടേമും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് കാറ്റൽ ഇൻഡസ്ട്രിയിൽ ഒരു കൗ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് മുതൽ ഒരു ഫസ്റ്റ് അതിന് ഡെലിവറി ചെയ്യുന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് അതിനെ പാലൂട്ടി വളർത്തി ഫൈനലി അതിന് ആ ഒരു കൗവിൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആകുന്നിടം വരെയുള്ള പീരീഡ്, അതിനെയാണ് നമ്മൾ ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു കുഞ്ഞിനെ പാലൂട്ടി വളർത്തണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് അവരുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കും അല്ലേ. ആ ഗ്ലാൻഡിൽ നിന്നാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗ്ലാൻഡിനെയാണ് നമ്മൾ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മാമറി ഗ്ലാൻഡ് ഇതൊരു ലാറ്റിൻ ടേമാണ്. മാമ എന്ന് പറയുന്ന മീനിങ് ബ്രസ്റ്റ് എന്നാണ്. മാമ എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് മാമറി ഗ്ലാൻഡ്. അപ്പം പാലൂട്ടി വളർത്താൻ പറ്റുന്ന ഓർഗാനിസത്തിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത് മാമൽസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഹൈലി ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിറ്റീവ് വാല്യൂ അടങ്ങിയിരിക്കുന്ന മിൽക്കാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അനാറ്റമി. മാമറി ഗ്ലാൻഡിൻ്റെ അനാറ്റമി നമുക്ക് നോക്കാം. മാമറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് എക്ടോഡേമൽ ഒറിജിനിൽ വരുന്നതാണ്. നമുക്കറിയാം ജേം സെൽസ് എന്ന് പറയുന്നത് എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം, അങ്ങനെ 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ എക്ടോഡേമൽ ഒറിജിനിലാണ് മാമറി ഗ്ലാൻഡ്സ് ഫോം ചെയ്യുന്നത്. സ്വെറ്റ് ഗ്ലാൻഡ്സിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് മാമറി ഗ്ലാൻഡ്സ്. ഇത് ബോത്ത് സെക്സസിൽ പ്രസൻ്റ് ആണ്, മെയിൽസിലും ഫീമെയിൽസിലും. പക്ഷേ ഫീമെയിൽസിൻ്റെ കേസിലാണ് അത് ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ ഒരു ടേം അഡർ. എന്താണ് അഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീമെയിൽ കൗസിൽ, അതായത് കൗസിൽ ഈ ഒരു ഗ്ലാൻഡ്സ് ഫുള്ളി ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറിലാണ്. ആ ബാഗ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ അഡർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പടത്തിൽ ക്ലിയർ ആയിട്ട് എന്താണ് അഡർ എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അഡർ. അഡർ എന്ന് പറയുമ്പം ടോട്ടൽ ഇതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന ടേമാണ് അഡർ. ഇതൊരു ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിന് അതായത് 4 ഗ്ലാൻഡ്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ ഗ്ലാൻഡ്സിൽ നിന്നും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ടീറ്റ്. ശ്രദ്ധിക്കുക, ഓരോ ഗ്ലാൻഡിൽ നിന്നും, അതായത് ആ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ടീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ ടീറ്റിൻ്റെ ഇടയിലും ഒരു സ്പേസ് ഉണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ മാമറി ഗ്ലൂ എന്ന് പറയുന്നത്. മാമറി ഗ്രൂ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് 4 ഫങ്ഷണൽ ഗ്ലാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാസിൽ തന്നെ, ഒരു സിംഗിൾ മാസിൽ 4 ഫങ്ഷണൽ ഗ്ലാൻഡ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇത് പാരലലാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓരോ ഹാഫ്സിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസിനെയാണ് മാമറി ഗ്രൂവ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഗ്ലാൻഡിൽ നിന്നും ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ടീറ്റ് പ്രസൻ്റ് ആണ്. ടീറ്റിൽ നിന്നാണ് മാമൽസിൻ്റെ, അതായത് അവരുടെ മാമറി ഗ്ലാൻഡിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ടീറ്റിൻ്റെ അറ്റത്തൊരു ഓപ്പണിംഗ് ഉണ്ട്, അതുവഴി മിൽക്ക് ഡ്രെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഗ്ലാൻഡ്സിൻ്റെ ചുറ്റും നല്ല രീതിയിൽ ഹെയർ കവേർഡ് ആണ്. ടീറ്റ് ഒഴികെ ടീറ്റ് ഏരിയയിൽ ഹെയർസ് ആബ്സെൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അഡർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഷോർട്ട് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, എക്സെപ്റ്റ് ഓൺ ദി നിപ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ടീറ്റ് ഏരിയയിൽ എന്തില്ല, ഹെയർ പ്രസൻ്റ് അല്ല. ജസ്റ്റ് അതിൻ്റെ മുകളിലത്തെ ആൻറ്റീരിയർ ഏരിയയിൽ മാത്രമേ ഹെയർ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അഡറിൻ്റെ ഉള്ളിൽ, അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ധാരാളം സെൽസ് വെച്ചിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സെക്രീറ്ററി പാരൻ കൈമ എന്ന് നമ്മൾ പറയുന്നത്. ധാരാളം സെക്രീറ്ററി പാരൻ കൈമയും അതുപോലെ തന്നെ സ്ട്രോമ സെൽസും വെച്ചിട്ടാണ് അഡറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ കമ്പോസ് ചെയ്തിരിക്കുന്നത്.